iOS 17 ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടാൻ പോകുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പോകുന്ന കുറച്ച് ഫീച്ചേഴ്സാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിവിടെ കാണിട്ട് നമുക്ക് കുറച്ച് ഇൻറ്ററാക്റ്റീവ് വിഡ്ജറ്റ്സ് നമുക്ക് iOS 17 എന്ന് പറഞ്ഞ അപ്ഡേറ്റ് ഇവിടെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻറ്ററാക്റ്റീവ് വിഡ്ജറ്റ്സ് എന്ന് പറയുന്നത് ഇവിടെ കണ്ടിട്ട് നമുക്ക് ഞാനിവിടെ 2 വിഡ്ജറ്റ്സ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ ഏതെങ്കിലും ഒരു വിഡ്ജറ്റിൽ നമുക്ക് ഇവിടെ തന്നെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സോങ് പ്ലേ ചെയ്യുകയും അത് പോസ് ചെയ്യാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് കണക്ക് നമുക്ക് പ്ലേയും പോസും ചെയ്യാൻ പറ്റുന്നുണ്ട്. പണ്ടാണെങ്കിൽ നമുക്ക് ഇത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മുടെ മ്യൂസിക് ആപ്പിലേക്ക് പോകുന്നതായിരിക്കും. നമുക്ക് ആ ആപ്പിനകത്ത് പോയിട്ട് മാത്രമേ നമുക്ക് ഈ ഒരു സെറ്റിങ്സ് ചേഞ്ച് ചെയ്യാൻ പറ്റത്തുള്ളായിരുന്നു. ഇപ്പോൾ നമുക്ക് ഈ ഒരു വിഡ്ജറ്റിൽ തന്നെ നമുക്കിത് ചേഞ്ച് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇവിടെ കണ്ട് ഞാൻ റിമൈൻഡർ രണ്ടെണ്ണം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് ആ റിമൈൻഡർ കംപ്ലീറ്റ് ആണെങ്കിൽ ഞാൻ ജസ്റ്റ് ഇതിനകത്ത് നിന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ റിമൈൻഡർ ഇവിടെ കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. ഈ 2 റിമൈൻഡർ ഇപ്പം കംപ്ലീറ്റ് ആയതുകൊണ്ട് കാണാൻ പറ്റും നമുക്ക് 0 ആയിട്ടുണ്ട്. ഇപ്പോൾ ഓൾ റിമൈൻഡേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ തരത്തിൽ നമുക്ക് ഇൻറ്ററാക്റ്റീവ് വിഡ്ജറ്റ്സ് ആണ് നമുക്ക് iOS 17 വന്നിരിക്കുന്ന നല്ലൊരു ഫീച്ചർ എന്ന് പറയുന്നത്. അത് ഒത്തിരി പേര് യൂസ് ചെയ്യാൻ ചാൻസ് ഉള്ള ഫീച്ചറാണ്. നമുക്ക് ഹോം സ്ക്രീനിൽ തന്നെ നമുക്ക് മ്യൂസിക്കും കാര്യങ്ങളൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്ത ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യാൻ പോകുന്ന ഒരു ഫീച്ചറാണ് സ്റ്റാൻഡ് ബൈ മോഡ് എന്ന് പറയുന്നത്. നമുക്ക് iOS 17 നമുക്ക് സ്റ്റാൻഡ് ബൈ മോഡ് എന്ന് പറഞ്ഞൊരു ഫീച്ചർ നമുക്കിപ്പോൾ സെറ്റിംഗ്സിൽ വന്നിട്ടുണ്ട്. ഇവിടെ കാണാം നമുക്ക് സെറ്റിംഗ്സിനകത്ത് വന്നു കഴിഞ്ഞാൽ സ്റ്റാൻഡ് ബൈ എന്ന് പറഞ്ഞൊരു സെക്ഷൻ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ജസ്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ട് നമുക്ക് സ്റ്റാൻഡ് ബൈ മോഡ് ഇനേബിൾ ചെയ്യാൻ വേണ്ടി ടോഗിൾ നമുക്കിവിടെ ഉണ്ട്. നൈറ്റ് മോഡിന് വേണ്ടി നമുക്കൊരു ടോഗിൾ ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങളൊരു ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഉള്ള ഒരു ഡിവൈസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ എന്ന് പറഞ്ഞ ടോഗിൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ 12 പ്രോയിൽ നമുക്ക് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ വരുന്നില്ല. ഓൾവേസ് ഓൺ ഡിസ്പ്ലേ വരെ നമുക്ക് 14 സീരീസിൽ മാത്രമേ നമുക്ക് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ വരുന്നുള്ളൂ. അതുകൊണ്ട് എനിക്ക് ഇതിനകത്ത് ആ ഓൾവേസ് ഓൺ ഡിസ്പ്ലേയുടെ ആ ഒരു ഫീച്ചർ കാണിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ആണ് നിങ്ങളുടെ ഫോണിലുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ എന്ന് പറഞ്ഞൊരു ടോഗിളും കൂടെ നിങ്ങൾക്ക് കാണുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് ഓൺ ഓഫ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ സ്റ്റാൻഡ് ബൈ മോഡ് ഏറ്റവും കൂടുതൽ സൂപ്പറായിട്ട് വർക്ക് ആവുന്ന ഓൾവേസ് ഓൺ ഡിസ്പ്ലേസ് ഉള്ള ഫോൺസിലായിരിക്കും. ഇപ്പോൾ എൻ്റെ 14 Pro Maxൽ എനിക്ക് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഉണ്ട്. പക്ഷേ ഞാൻ അതിനകത്ത് ഈ ഒരു iOS 17 ബീറ്റ വേർഷൻ ഞാൻ ചെയ്തിട്ടില്ല. കാരണം നമുക്ക് ഇപ്പോഴും ഈ ഒരു iOS 17 നമുക്ക് കുറേ ബഗ്ഗും കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ മെയിൻ ഡിവൈസ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി ബഗ്ഗ് വരുന്നതായിരിക്കും. നമുക്ക് ചിലപ്പോൾ നമ്മുടെ ഫോൺ ക്രാഷ് ആവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനകത്ത് ചെയ്യാത്തത്. ഇപ്പോൾ നിങ്ങൾക്ക് iOS 17 ബീറ്റ ചെയ്യണമെങ്കിൽ അതിന് എങ്ങനെ ചെയ്യേണ്ടതെന്നൊരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഐ ബട്ടണിലെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അവിടെ കയറി നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. പക്ഷേ നിങ്ങളത് ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മെയിൻ ഡിവൈസിൽ ഇൻസ്റ്റാൾ ചെയ്യരുത്. നിങ്ങൾക്ക് ഒരു സെക്കൻഡ് ഡിവൈസ് ഉണ്ടെങ്കിൽ അതിനകത്ത് മാത്രം നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് ഈ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ സ്റ്റാൻഡ് ബൈ മോഡ് നമ്മളിവിടെ ഇനേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്ത നമുക്ക് ഈ സ്റ്റാൻഡ് ബൈ മോഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഞാൻ എൻ്റെ ചാർജറോടെ എടുത്തിട്ടുണ്ട്. ഇപ്പം ഇതെന്ന് പറയുന്നത് എൻ്റെ ബേസസ് എന്ന് പറയുന്ന സ്വാൻ 3-in-1 ചാർജറാണ് ഞാൻ അവിടെ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ചാർജറിൻ്റെ ഒരു റിവ്യൂ ഞാൻ ഓൾറെഡി ഇപ്പോൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ അത്യാവശ്യം വളരെ നല്ലൊരു ചാർജറാണ്. നമുക്ക് ഐഫോണും ആപ്പിൾ വാച്ചും നമുക്ക് എയർപോഡ്സും നമുക്ക് ഇതിനകത്ത് ചാർജ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ തരത്തിൽ ഈ ഒരു ഡിവൈസ് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി കേബിളും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാതെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിവൈസസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഞാൻ എൻ്റെ 2 ഡിവൈസ് ഉണ്ടായാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു ചാർജർ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റാൻഡ് ബൈ മോഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ അത് ജസ്റ്റ് ഒന്ന് ചാർജറിൽ വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഫോൺ ഇവിടെ ചാർജ് ആവുന്നുണ്ട്. അടുത്തിട്ട് ഞാൻ ഡിവൈസ് ഒന്ന് ലോക്ക് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ലാൻഡ്സ്കേപ്പ് മോഡിലാക്കുന്നുണ്ട് നമ്മുടെ ഡിവൈസ്. ഇപ്പോൾ ലാൻഡ്സ്കേപ്പ് മോഡിൽ വെക്കുന്നുണ്ട്. നമുക്ക് ഒരു ക്ലോക്ക് ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ക്ലോക്ക് വന്നിട്ടുണ്ട്. ക്ലോക്ക് വന്നിട്ട് നമുക്ക് ബാറ്ററി പെർസെൻറ്റേജ് നമുക്കിവിടെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ കട്ടും ടൈം കാണിക്കുന്നുണ്ട്. നമുക്ക് ഇന്നത്തെ ഡേറ്റും കാണിക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് ജസ്റ്റ് ഇങ്ങോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെയും കുറേ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് കിട്ടുന്നില്ല. ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഫോട്ടോസ് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റുന്നതാണ്. ഇങ്ങോട്ട് സ്വൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ ഒരു വലിയൊരു ക്ലോക്ക് നിങ്ങൾക്ക് ഡേറ്റും കിട്ടുന്നതായിരിക്കും. ഇത് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ജസ്റ്റ് ഈ ക്ലോക്കിൽ നിന്ന് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെയും കുറേ ഫീച്ചേഴ്സ് കിട്ടുന്നതായിരിക്കും. ജസ്റ്റ് ഫോൺ അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഫീച്ചേഴ്സ് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. മുകളിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിയിൽ നിങ്ങൾക്ക് ക്ലോക്ക് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ആ ഒരു ഈ ഗ്രാഫ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. വേറൊരു അല്ലാത്തൊരു രീതിയിൽ സ്ക്വയർ ക്ലോക്ക് നിങ്ങൾക്ക് ഇതിനകത്ത് ലഭിക്കുന്നതായിരിക്കും. ജസ്റ്റ് ഇത് നിങ്ങൾ ഓക്കെ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ക്ലോക്ക് ആയിരിക്കും നിങ്ങളുടെ മെയിനായിട്ട് വരുന്നത്. ഇനി നിങ്ങൾക്ക് കലണ്ടർ നിങ്ങൾക്ക് ഈ രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. വെതറൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ രീതിയിൽ നിങ്ങൾക്ക് കുറേ ടോഗിൾസ് ഇവിടെ ലഭ്യമാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇത് വളരെ നല്ലൊരു ഫീച്ചറാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ബെഡ് സൈഡിൽ ഒരു ചെറിയൊരു ക്ലോക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ തരത്തിൽ നിങ്ങൾക്ക് ഐഫോൺ ഇപ്പോൾ ഒരു ബെഡ് സൈഡ് ക്ലോക്ക് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിനകത്ത് നമുക്ക് നൈറ്റ് മോഡും വരുന്നുണ്ട്. അതായത് നമ്മുടെ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ ആപ്പിൾ വാച്ച് അൾട്രയിൽ വരുന്നുണ്ട് ഒരു നൈറ്റ് മിഷൻ നമുക്ക് ഇതിനകത്ത് ലഭിക്കുന്നുണ്ട്. അതായത് രാത്രി ആകുമ്പോൾ ഒത്തിരി ലൈറ്റ് ഇല്ലെങ്കിൽ നമുക്കിത് ഡാർക്ക് മോഡായിട്ട് ഒരു റെഡ് തീമിലായിരിക്കും ഇത് ഫുള്ളും നമുക്ക് കാണുന്നത്. അപ്പം ജസ്റ്റ് ഞാൻ ലൈറ്റ് ഓഫ് ആവുന്ന രീതിയിലൊന്ന് കാണിക്കാം. പക്ഷേ ഇതിപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് കാണുന്നില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ ലൈറ്റ് മൊത്തത്തിലൊന്ന് അണച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ കണ്ട് നമ്മുടെ ക്ലോക്ക് മൊത്തത്തിൽ ഒരു റെഡ് തീമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് രാത്രി കാലങ്ങളിൽ നമുക്ക് ഈ ഒരു ഡിസ്പ്ലേ ലൈറ്റ് കൊണ്ട് നമുക്ക് വലിയ ഇഷ്യൂസൊന്നും വരത്തില്ല. നമുക്ക് ഉറങ്ങുന്നതിന് വലിയ തടസ്സങ്ങളൊന്നും വരത്തില്ല. ഈ രീതിയിൽ നമുക്ക് ഡിസ്പ്ലേ നേരെ റെഡ് കളറിലേക്ക് പോകുന്നതായിരിക്കും. നമ്മുടെ ആപ്പിൾ വാച്ച് അൾട്രയിൽ ഉള്ള രീതിയിൽ നമുക്കൊരു റെഡ് തീമായിരിക്കും നമ്മുടെ ക്ലോക്ക് മാറുന്നത്. പിന്നെ ഇത് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ അല്ലാത്തതുകൊണ്ട് തന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് സ്ക്രീൻ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവുന്നതായിരിക്കും. ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് കൂടുതൽ നേരം ഓണാക്കി നിർത്താൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് സ്റ്റാൻഡ് ബൈ മോഡ് നമ്മുടെ ഐഫോൺസിൽ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ
ലൈറ്റ് തിരിച്ച് വരുന്നതുകൊണ്ട് നമുക്ക് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ചേഞ്ച് ആയിട്ട് നേരെ നമ്മുടെ നോർമൽ സ്ക്രീനിലേക്ക് ഇത് പോകുന്നതായിരിക്കും. ഇപ്പോൾ അതിൻ്റെ ലൈറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ലൈറ്റ് വന്നുകൊണ്ട് നമ്മുടെ ഡിസ്പ്ലേ ചേഞ്ച് ആയിട്ട് നോർമലായിട്ടുള്ള ഡിസ്പ്ലേയിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ വളരെ നല്ലൊരു ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇത് ടൈം അനുസരിച്ച് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റാൻഡ് ബൈ മോഡാണ് നമുക്കിപ്പോൾ ഐഫോണിൽ വന്നിരിക്കുന്നത്. വളരെ നല്ലൊരു ഫീച്ചറാണ്. ഒട്ടുമിക്ക എല്ലാവരും ഇത് യൂസ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരു ഫീച്ചറും കൂടാണ്. എനിക്കത് വളരെ ഇഷ്ടമാണ്. ഞാൻ ഇപ്പോൾ ഡെയിലി യൂസ് ചെയ്യുന്നുമുണ്ട്. അടുത്ത ഫീച്ചർ എന്ന് പറയുന്നത് നമുക്ക് മുമ്പാണെങ്കിൽ നമുക്ക് സിറി ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ ഹേ സിറി എന്ന് പറഞ്ഞ് വേണം നമ്മുടെ ഐഫോണിൽ സിറി ആക്ടിവേറ്റ് ചെയ്യാനായിട്ട്. ഇപ്പോൾ നമുക്ക് ഹേ സിറി എന്ന് പറഞ്ഞാൽ ഒരു ഹേ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് സിറി എന്ന് പറഞ്ഞാൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ സിറി ആക്ടിവേറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ അതെങ്ങനെ സെറ്റ് ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. സെറ്റിംഗ്സ് എടുക്കുക. നേരെ താഴേക്ക് വന്നതിൽ നിങ്ങളുടെ സിറി ആൻഡ് സെർച്ച് എന്ന് പറഞ്ഞ ഓപ്ഷൻ കിട്ടുന്നതായിരിക്കും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മുകളിലായിട്ട് ലിസൺ ഫോർ എന്ന് പറഞ്ഞ ഓപ്ഷൻ വന്നിട്ടുണ്ട്. അത് ജസ്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ട് നമുക്ക് സിറി ഓർ ഹേ സിറി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഹേ സിറി സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ ജസ്റ്റ് സിറി ഓർ ഹേ സിറി ജസ്റ്റ് സെലക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ കണ്ടും എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്ന് ഇവിടെ കാണിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ച് തരാം. സിറി ഹൗസ് ദ വെദർ. ഹേ സിറി സെൻഡ് എ മെസ്സേജ്. സിറി സെറ്റ് എ ടൈമർ ഫോർ 3 minutes. ഹേ സിറി ഗെറ്റ് ഡയറക്ഷൻസ് ഹോം. സിറി പ്ലേ സം മ്യൂസിക്. ഇപ്പോൾ നമ്മുടെ സിറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തായിട്ട് ഡൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇനി എപ്പോഴെങ്കിലും നമുക്ക് ഈ ഒരു പേര് പറയുന്നുണ്ട് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു അസിസ്റ്റൻറ്റ് നമുക്ക് ഓണായിട്ട് വർക്ക് ആവുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരെണ്ണം ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ച് തരാം. സിറി പ്ലേ സം മ്യൂസിക്. സിറി സെറ്റ് എ ടൈമർ ഫോർ 3 minutes. സിറി സ്റ്റോപ്പ് ദ ടൈമർ. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ഇപ്പം ഹേ സിറി യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് സിറി മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോണിൽ ഈ ഒരു അസിസ്റ്റൻറ്റ് നിങ്ങൾക്ക് ആക്ടിവേറ്റ് ആക്കി നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്ത നല്ലൊരു ഫീച്ചർ എന്ന് പറയുന്നത് മുമ്പ് നമ്മൾ ഫോട്ടോസ് ആപ്പിൽ പോയി കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആക്കണമെങ്കിൽ ജസ്റ്റ് ഇതിനകത്ത് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് വേണം നമുക്ക് ഇത് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആക്കണം. ഇവിടെ കണ്ട് നമുക്കൊരു വെള്ള ലൈനിൻ്റെ ചുറ്റും ഓടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. പക്ഷേ നമുക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് നമ്മൾ ഏതെങ്കിലും ഫോട്ടോ എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഓട്ടോമാറ്റിക് മുകളിലേക്ക് ഒന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആക്കുന്ന രീതിയിൽ നമുക്കിവിടെ ആ ഒരു വൈറ്റ് ലൈൻ ഓടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ജസ്റ്റ് മുകളിലേക്ക് ഒന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമുക്ക് ഈ ഒരു ഓപ്ഷൻ അവൈലബിൾ ആയിട്ടുണ്ട്. ഇവിടെ കണ്ട് നമുക്ക് ഈ ഒരു വൈറ്റ് ലൈൻ നമ്മുടെ ചുറ്റിന് ഓടുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോപ്പി ചെയ്ത് നമുക്കിത് എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് പുതിയതായിട്ട് വന്നിരിക്കുന്ന വളരെ നല്ലൊരു ഫീച്ചറാണ്. ഇപ്പോൾ ഏതെങ്കിലും ഫോട്ടോ എടുത്താൽ നിങ്ങൾക്ക് ഇവിടെ താഴെ തന്നെ ഒരു ഐക്കൺ കാണുന്നതായിരിക്കും. ഇത് ജസ്റ്റ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലാൻഡ് മാർക്ക് എന്നാണ് ഇവിടെ കാണിക്കുന്നത്. ലാൻഡ് മാർക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺലൈനിൽ അതിൻ്റെ റിസൾട്ട്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇതിപ്പോൾ കറക്റ്റായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ലാൻഡ് മാർക്കായിട്ട് തോന്നാത്തതുകൊണ്ടാണ് അത് കാണിക്കാത്തത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു പൂവ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ കണ്ട് നമുക്കൊരു പൂവിൻ്റെ പടമായിട്ട് ഇവിടെ താഴെ വന്നിട്ടുണ്ട്. ലുക്കപ്പിൽ അതാണ് വരുന്നത്. ജസ്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലാന്റ് എന്നിവിടെ കാണിക്കുന്നുണ്ട്. അതിനകത്ത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഓൺലൈനിൽ ആ ഒരു റിസൾട്ട് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് ഫോൺ തന്നെ ഇവിടെ കാണിച്ചു തരുന്നതായിരിക്കും. ഇവിടെ കണ്ട് നമുക്ക് ആ ഒരു അതേ രീതിയിലുള്ള പൂവിൻ്റെ കുറച്ച് ഫോട്ടോസ് നമുക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. ഈ രീതിയിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഒരു വിഷ്വൽ ലുക്കപ്പ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഏത് ഫോട്ടോസ് ആണെങ്കിലും നിങ്ങൾക്ക് ഈ രീതിയിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഏത് ഫോട്ടോ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ താഴെ ഈ ഒരു ഐക്കണിൽ ലുക്കപ്പിൻ്റെ ഒരു ഫോട്ടോ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഐക്കൺ നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ പറ്റുമെന്നാണ് അതിനർത്ഥം. ഇപ്പോൾ ഏതെങ്കിലും ഒരു ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ രീതിയിൽ കാണിക്കുന്നതായിരിക്കും. ഇവിടെ കണ്ട് ഇതിനകത്ത് നമുക്കൊരു ഐക്കൺ വന്നിട്ടുണ്ട്. ജസ്റ്റ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ പ്ലാന്റ് എന്ന് കാണിക്കുന്നുണ്ട്. വിഷ്വൽ ലുക്കപ്പിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അതേ രീതിയിലുള്ള ഫോട്ടോസ് നമുക്ക് ഓൺലൈനിൽ നിന്ന് ഫോൺ തന്നെ സെർച്ച് ചെയ്ത് എടുത്തു തരുന്നതായിരിക്കും. അപ്പോൾ ഇത് iOS 17 വന്നിരിക്കുന്ന വളരെ നല്ലൊരു ഫീച്ചറാണ്. എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യാൻ പോകുന്നൊരു ഫീച്ചറാണ് മാഗ്നിഫയറിലുള്ള ഡിറ്റക്ഷൻ മോഡ് എന്ന് പറയുന്ന ഫീച്ചർ. അപ്പോൾ അതെങ്ങനെയാണ് ഇനേബിൾ ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ജസ്റ്റ് മാഗ്നിഫയർ എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മാഗ്നിഫയറിൻ്റെ ആപ്പ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ മാഗ്നിഫയർ ഓപ്പൺ ആക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് കൂടെ കിട്ടുന്നതായിരിക്കും. ഇതിനകത്ത് ഈ ഒരു ഐക്കൺ ജസ്റ്റ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിറ്റക്ഷൻ മോഡ് ഓൺ ആവുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് ഇവിടെ തൊട്ട് താഴെ നോക്കിയാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു വിരൽ ചൂണ്ട് നടക്കുക ഒരു ഐക്കൺ കിട്ടുന്നതായിരിക്കും. അത് ജസ്റ്റ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടും പോയിന്റ് ആൻഡ് സ്പീക്ക് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നതായിരിക്കും. നിങ്ങൾ ഏതിലേക്ക് വിരൽ ചൂണ്ടി ഈ ക്യാമറയുടെ മുമ്പിൽ വെക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ഫോൺ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് എന്താണെന്ന് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ അതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ വിരലൊന്ന് ചൂണ്ടുന്നുണ്ട്. ഇപ്പോൾ ഈ രീതിയിൽ പല കാര്യങ്ങളും നമ്മൾ എന്തിനൊക്കെയാണ് വിരൽ ചൂണ്ടുന്നത് അതെല്ലാം നമുക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ കീബോർഡ് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് മനസ്സിലാവത്തില്ല. ഞാൻ ഒന്നും കൂടെ ഒരു വേറെ എക്സാമ്പിൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ മുമ്പ് വാങ്ങിച്ചൊരു സ്ക്രീൻ കാർഡിൻ്റെ ഒരു കവറാണിത്. അപ്പോൾ ഇതിനകത്തേക്ക് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വായിക്കാൻ നോക്കാം. എൻ്റെ ഫോണിവിടെ കാണിക്കുന്നുണ്ട്.
All. Plus Cyrillic letter M, Cyrillic letter G. Protect. JE tag. Hand detected. JE tag. 2. JE tag. Screen protector. JE tag. Screen protector. 941. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ഏത് കാര്യങ്ങളും ഈ രീതിയിൽ നിങ്ങൾക്ക് പോയിന്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് വായിച്ചെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇപ്പം ഇംഗ്ലീഷിലാണ് കറക്റ്റായിട്ട് വർക്ക് ആവുന്നത്. നിങ്ങൾക്ക് വേറെ ലാംഗ്വേജസ് ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണം. ഇപ്പോൾ കറൻറ്റ്ലി ഇത് ഇംഗ്ലീഷ് കറക്റ്റായിട്ട് തന്നെ പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇത് യൂസ് ചെയ്യണമെങ്കിൽ ഇവിടെ വന്നിട്ട് ഡിറ്റക്ഷൻ മോഡ്, ഈ ഹാൻഡ് ഡിറ്റക്ഷൻ മോഡ് നിങ്ങൾ ഇനേബിൾ ചെയ്തെങ്കിൽ മാത്രമേ ഇത് വർക്ക് ആവത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ഈ ഫീച്ചർ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. വളരെ ഉപകാരപ്പെട്ട ഒരു ഫീച്ചറാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞൂടത്തെ ഏതെങ്കിലും ഭാഷയിൽ കാണിക്കുകയാണെങ്കിൽ അതും നമുക്ക് ഇനി ചിലപ്പോൾ അടുത്ത അപ്ഡേറ്റിലൂടെ അതും നമുക്ക് വായിക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഫോറിൻ സ്ഥലത്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ തരത്തിൽ അവിടുത്തെ സൈൻ ബോർഡും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ വായിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇത് യൂസ് ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു ഫീച്ചറും കൂടിയാണ്. പിന്നെ നമുക്ക് നമ്മുടെ iOS 17 ലോക്ക് സ്ക്രീനിൽ നമുക്ക് ചെറിയ കസ്റ്റമൈസേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ എൻ്റെ ലോക്ക് സ്ക്രീൻ ഒന്ന് ജസ്റ്റ് എടുക്കുന്നുണ്ട്. ലോക്ക് സ്ക്രീൻ എടുത്തിട്ട് ജസ്റ്റ് പ്രസൻറ്റ് ഹോൾഡ് ചെയ്യുക. കസ്റ്റമൈസ് എടുക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു വാൾപേപ്പർ ചൂസ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ എൻ്റെ കറൻറ്റ്ലി ഒരു വാൾപേപ്പർ ഇതിനകത്ത് സെറ്റാണ്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് സൂം ചെയ്യുവാണെങ്കിൽ നമുക്കിവിടെ കാട്ടി നമ്മുടെ വാൾപേപ്പർ മുകളിലേക്ക് കയറി വരെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് മുകളിൽ കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഞാൻ ജസ്റ്റ് സൂം ഔട്ട് ചെയ്ത് താഴേക്ക് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് മുകളിലൊരു ബ്ലേർഡ് ആയിട്ടൊരു ഇമേജ് നമുക്കിവിടെ ലഭിക്കുന്നതായിരിക്കും. അതായത് നമുക്കിപ്പം നമ്മുടെ ഡൈനാമിക് ഐലൻഡ് ആയാലും പഴയ തരത്തിലുള്ള ഐഫോൺസ് ആണെങ്കിലും നമുക്ക് ആ ഒരു ഡൈനാമിക് ഐലൻഡ് അല്ലെങ്കിൽ ആ ഒരു നോച്ച് നമുക്ക് ഒരു ബ്ലാക്ക് ഏരിയയിൽ ആക്കി നമുക്ക് വെക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒരു ഫുൾ സ്ക്രീൻ ആയിട്ടുള്ളൊരു രീതി നമുക്ക് ഐഫോണിൽ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ മുകളിൽ ചെറുതായിട്ട് ബ്ലറായി നിൽക്കുന്നത് കാണാൻ പറ്റും. പക്ഷെ നമ്മൾ സൂമാക്കി മുകളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അത് നോർമലായിട്ടുള്ള വാൾപേപ്പറായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ബ്ലർഡായിട്ട് ഇരിക്കുന്നതും കാണാൻ പറ്റും. പിന്നെ നമുക്കിപ്പം ഷോർട്ട് കട്ട്സിൻ്റെ ഐക്കൺ നമുക്ക് ലോക്ക് സ്ക്രീനിൽ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. ഏതെങ്കിലും ഷോർട്ട് കട്ട് നമുക്കൊരു ഇവിടെ കൊണ്ടുവന്ന് നമുക്ക് ഷോർട്ട് കട്ട്സിൽ ഒരു ഐക്കണായിട്ട് വെക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ മുമ്പ് നമ്മുടെ iOS 16 നമുക്കത് പറ്റത്തില്ലായിരുന്നു. ഐഫോൺ എടുക്കുവാണെങ്കിൽ ഇതിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലോക്ക് സ്ക്രീൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഐക്കൺ നമുക്ക് ആഡ് ചെയ്യാനില്ല. നമുക്ക് ഷോർട്ട് കട്ട്സ് നമുക്ക് ഇതിനകത്ത് അവൈലബിൾ അല്ല. ഷോർട്ട് കട്ട്സ് നമുക്ക് ഇതിനകത്ത് ഐക്കണായിട്ട് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് ഇതിനകത്ത് വരത്തില്ല. പക്ഷേ നമുക്കിപ്പോൾ iOS 17 നമുക്ക് ഷോർട്ട് കട്ട്സ് ഒരു ഐക്കണായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് ഞാൻ ഷോർട്ട് കട്ട്സ് സെറ്റ് ചെയ്ത് വെച്ചിരുന്നുണ്ട്. താഴെ വന്നാൽ നമുക്കിവിടെ ഷോർട്ട് കട്ട്സ് എന്ന് പറഞ്ഞ ആപ്പ് നമുക്കിപ്പോൾ ഐക്കണായിട്ട് ഇവിടെ സെറ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ നമ്മളിപ്പം ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മുടെ ഷോർട്ട് കട്ട്സ് ആപ്പിലേക്കായിരിക്കും ഇത് പോകുന്നത്. അപ്പോൾ നമുക്ക് കറൻറ്റ്ലി ഒരു സ്പെസിഫിക് ആക്ഷൻ ഒന്നും നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റില്ല. നേരെ നമ്മുടെ ഷോർട്ട് കട്ട്സ് മൊത്തത്തിൽ ഓപ്പൺ ആവുകയാണ് ചെയ്യുന്നത്. അപ്പം ചിലപ്പോൾ അടുത്ത ബീറ്റ അപ്ഡേറ്റിൽ വരുമ്പോൾ രണ്ടാമത്തെ ബീറ്റയിൽ നമുക്ക് ചിലപ്പോൾ ഒരു സ്പെസിഫിക് ആയിട്ട് ഷോർട്ട് കട്ട് നമുക്ക് ലോക്ക് സ്ക്രീനിൽ നിന്ന് തന്നെ നമുക്ക് റൺ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക് ഐഫോണിൽ ലഭിക്കുന്നത്. അടുത്ത വളരെ നല്ലൊരു ഫീച്ചറാണ്. ഇപ്പോൾ നിങ്ങളുടെ പാസ്വേഡ് നിങ്ങൾ ഫോണിൽ ചേഞ്ച് ചെയ്ത് തൊട്ടടുത്ത ദിവസം നമുക്ക് ചിലപ്പോൾ ആ പാസ്വേഡ് ഓർമ്മയില്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഫോണിൽ നിന്ന് നമ്മൾ ലോക്ക് ഔട്ട് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് പുതിയതായിട്ട് iOS 17 വന്നിരിക്കുന്ന ഫീച്ചർ വെച്ച് നമുക്കിപ്പം ഏതെങ്കിലും ഒരു പാസ്വേഡ് നമ്മൾ ചേഞ്ച് ചെയ്ത് 72 മണിക്കൂറിനുള്ളിൽ നമ്മളെ പാസ്വേഡ് മറന്നു പോയി കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ പഴയ പാസ്വേഡ് എൻ്റർ ചെയ്താൽ തന്നെ നമുക്ക് ഫോൺ അൺലോക്ക് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ജസ്റ്റ് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക, ഫേസ് ഐ പാസ്വേഡ് എടുക്കുക, നിങ്ങളുടെ ഫോണിൻ്റെ പാസ്വേഡ് ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അടുത്തിട്ട് നേരെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എക്സ്പയർ പ്രീവിയസ് പാസ്വേഡ് നൗ എന്ന് പറഞ്ഞ ഓപ്ഷൻ കിട്ടുന്നതായിരിക്കും. ഇതിപ്പോൾ ഇപ്പോൾ ഞാൻ എൻ്റെ ഫോണിൻ്റെ പാസ്വേഡ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് ഗ്രേഡ് ആയിട്ടാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഞാൻ എൻ്റെ ഫോണിൻ്റെ പാസ്വേഡ് ജസ്റ്റ് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഇത് നമുക്ക് ആക്റ്റീവായിട്ട് വരുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ എൻ്റെ ഫോണിൻ്റെ പാസ്വേഡ് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ അവിടെ ചേഞ്ച് പാസ്വേഡ് കൊടുക്കുകയാണ്. ഇപ്പോൾ എൻ്റെ ഇപ്പോഴുള്ള ഫോണിലുള്ള കറണ്ട് പാസ്വേഡ് അടിക്കാനാണ് കാണിക്കുന്നത്. ഞാൻ അത് ജസ്റ്റ് എൻ്റർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഒരു ചെറിയ പാസ്വേഡാണ് എൻ്റർ ചെയ്യാൻ പോകുന്നത്. എനിക്ക് 6 ഡിജിറ്റ് വേണ്ട, ഞാൻ ചെറിയ 4 ഡിജിറ്റ് ആകാൻ പോവാണ്. എന്നിട്ട് ഞാൻ ജസ്റ്റ് എൻ്റെ പാസ്വേഡ് എൻ്റർ ചെയ്യുകയാണ്. ഇപ്പോൾ എൻ്റെ പാസ്വേഡ് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ 4 നമ്പറാണ് അടിച്ചു കൊടുത്തിരിക്കുന്നത്. ഇവിടെ കണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ഗസ് ചെയ്യാൻ പറ്റുന്ന പാസ്വേഡ് ആയതുകൊണ്ട് അത് യൂസ് ചെയ്യണോ വേണ്ടതെന്നാണ് ചോദിക്കുന്നത്. ജസ്റ്റ് യൂസ് എനിവേ കൊടുക്കുക, റീ എൻ്റർ ചെയ്യുക. 4 തവണ നമ്മൾ എൻ്റർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ആ ഒരു പാസ്വേഡ് നമ്മുടെ ഫോണിലൂടെ സെറ്റ് ആവുന്നതായിരിക്കും. ഇപ്പോൾ നമ്മുടെ പാസ്വേഡ് ഇവിടെ എൻ്റർ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എക്സ്പയർ പ്രീവിയസ് പാസ്വേഡ് നൗ ആക്റ്റീവായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ഫോണിൻ്റെ പാസ്വേഡ് ഇപ്പം ചേഞ്ച് ചെയ്തുകൊണ്ടാണ് ഇതിപ്പോൾ ആക്റ്റീവായിട്ട് നിൽക്കുന്നത്. 72 മണിക്കൂർ കഴിയുന്നതുകൊണ്ട് ഇത് പിന്നും ഗ്രേഡ് ഔട്ട് ആവുന്നതായിരിക്കും. അതായത് പിന്നീട് നമുക്ക് പഴയ പാസ്വേഡ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ഞാൻ 72 മണിക്കൂറിനുള്ളിൽ ഇപ്പോൾ ഞാൻ ചേഞ്ച് ചെയ്ത ആ ഒരു 4 നമ്പർ മറന്നു പോവുകയാണെങ്കിൽ എനിക്ക് ഇവിടെ വന്നിട്ട് ഈ ഒരു എൻ്റെ പഴയ ഫോണിൻ്റെ പാസ്വേഡ് അടിച്ചു കൊടുത്താലും എനിക്ക് ഫോൺ അൺലോക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് അറിയാം, നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ ഞാൻ ചേഞ്ച് ചെയ്ത പാസ്വേഡ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് എക്സ്പയർ പ്രീവിയസ് പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ പഴയ പാസ്വേഡ് കംപ്ലീറ്റ് ആയിട്ട് ഫോണിൽ നിന്ന് റിമൂവ് ആവുന്നതായിരിക്കും. വേറെ ആർക്കും ആ ഒരു പാസ്വേഡ് അറിയാവുന്ന ആർക്കും നിങ്ങളുടെ ഫോൺ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ഞാൻ എക്സ്പയർ പ്രീവിയസ് പാസ്വേഡ് കൊടുക്കുകയാണ്. അപ്പോൾ കണ്ട് എക്സ്പയർ പ്രീവിയസ് പാസ്വേഡ് യു വിൽ നോട്ട് ബി ഏബിൾ ടു യൂസ് യുവർ ഓൾഡ് പാസ്വേഡ് ടു റീഗെയിൻ ആക്സസ് ടു യുവർ ഐഫോൺ ഇഫ് യു ഫോർഗെറ്റ് യുവർ ന്യൂ പാസ്വേഡ്. കാരണം പുതിയ പാസ്വേഡ് മറന്നു പോവുകയാണെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് പഴയ ഫോണിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് ഇവിടെ കാണിക്കുന്നത്. എക്സ്പയർ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പാസ്വേഡ് കംപ്ലീറ്റ് ആയിട്ട് ഫോണിൽ നിന്ന് റിമൂവ് ആവുന്നതായിരിക്കും. ഇവിടെ കണ്ടും ഇപ്പോൾ നമ്മുടെ എക്സ്പയർ പ്രീവിയസ് പാസ്വേഡ് ഗ്രേഡ് ഔട്ട് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ ആ ഒരു പഴയ പാസ്വേഡ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ എൻ്റർ ചെയ്യാൻ പറ്റത്തില്ല. പുതിയ പാസ്വേഡ് എൻ്റർ ചെയ്തതിന് മാത്രമേ എൻ്റർ ആവാൻ പറ്റത്തുള്ളൂ.
അപ്പോൾ ഇത് വളരെ നല്ലൊരു ഫീച്ചറാണ്. ഇപ്പോൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഫോണിൻ്റെ പാസ്വേഡ് മാറ്റുന്നുണ്ടെങ്കിൽ ഈ ഒരു ഫീച്ചർ എപ്പോഴും നിങ്ങൾ ഓണാക്കി വെക്കുന്നത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അടുത്ത വളരെ നല്ലൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും ടെക്സ്റ്റ് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പോയിന്റർ സ്പെസിഫിക് ആയിട്ട് എടുത്ത് കൊണ്ടുപോയിക്കണം. ജസ്റ്റ് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് മുകളിൽ ആ ഒരു മാഗ്നിഫയർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഒരു മാഗ്നിഫയറിൻ്റെ സൈസ് നമുക്ക് കുറച്ചുകൂടെ വലുതായിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് തന്നെ നമുക്കിത് എവിടെയാണ് ഈ ഒരു പോയിന്റർ പോകുന്നതെന്ന് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. പിന്നെ നമുക്ക് കീബോർഡിനകത്ത് പ്രൊഡിക്ഷൻസ് നമുക്ക് വന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ എന്താണ് ടൈപ്പ് ചെയ്യുന്നതെന്ന് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഫിൽ ഔട്ട് ചെയ്യാൻ വേണ്ടി കാണിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ ജസ്റ്റ് സബ്സ്ക്രൈബ് എന്ന് അടിക്കുവാണ്. കണ്ട് നമുക്ക് മൈ വന്നു. ഇനി ഞാൻ ജസ്റ്റ് ചാനൽ എന്ന് അടിക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ കണ്ട് നമുക്ക് ചാനൽ ഇവിടെ വന്നിട്ടുണ്ട്. അതായത് നമുക്കിപ്പം ഇനി ഞാൻ ജസ്റ്റ് സ്പേസ് കൊടുക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് ഫിൽ ഔട്ട് ആവുന്നതായിരിക്കും. എന്താണ് നമ്മൾ ടൈപ്പ് ചെയ്യാൻ പോകുന്നതെന്ന് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമുക്ക് ഫോൺ ഗസ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു വേർഡ് നമുക്ക് ഓട്ടോമാറ്റിക്കലി കാണിച്ചു തരുന്നതായിരിക്കും. ഇനി ഞാൻ ജസ്റ്റ് എൻ്റെ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഓട്ടോ കറക്റ്റും ബെറ്റർ ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ചാനൽ എന്ന് അടിക്കുന്നതിന് മുമ്പ് ചാനൽ എന്ന് അടിക്കുകയാണ്. ഈ രീതിയിൽ അടിക്കുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് സ്പേസ് കൊടുക്കുകയാണെങ്കിൽ ചാനൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാനതൊന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിവിടെ ചാനലിൻ്റെ കറക്റ്റ് സ്പെല്ലിങ്സ് എനിക്കിവിടെ കിട്ടുന്നതായിരിക്കും. ജസ്റ്റ് അത് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ള സ്പെല്ലിങ് എനിക്കിവിടെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഓട്ടോ കറക്റ്റും ഇപ്പം കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ രീതിയിൽ മാഗ്നിഫയർ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് മാഗ്നിഫയറിൻ്റെ ആ ഒരു ബൾബ് നമുക്ക് കുറച്ചും കൂടെ വലുതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ഇത് കണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് iOS 17 വന്നിരിക്കുന്ന വളരെ നല്ലൊരു ഫീച്ചറാണ്. എല്ലാവരും അത് യൂസ് ചെയ്യാൻ പോകുന്ന ഒരു ഫീച്ചറും കൂടെയാണ് അത്. അടുത്തൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് മെസ്സേജിങ് ആപ്പിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ചെക്ക് ഇൻ എന്ന് പറഞ്ഞൊരു ഫീച്ചർ നമുക്കിപ്പം ഐഫോണിൽ അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ ടൈപ്പ് ചെയ്യാൻ പോകുന്ന സമയത്ത് മുമ്പ് നമുക്ക് ഇവിടെ ഒരു ബാർ രീതിയിൽ കുറച്ച് ഓപ്ഷൻസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ്. ഞാൻ ഇപ്പം ജസ്റ്റ് മറ്റേ ഫോണിൽ കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഏതെങ്കിലും ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ എനിക്കിവിടെ കുറച്ച് ഫീച്ചേഴ്സ് നമുക്കിവിടെ കിട്ടുന്നതാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ iOS 17 നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ തരത്തിൽ കുറച്ച് ആ ഒരു ഫീച്ചർ നമുക്കിവിടെ മിസ്സിംഗ് ആണ്. അത് നമുക്കിവിടെ കാണാൻ പറ്റത്തില്ല. പകരം ആ ഒരു ഫീച്ചേഴ്സ് അല്ല ഇവിടെ ഒരു പ്ലസ് ഐക്കണിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫീച്ചേഴ്സ് ഇവിടെ കാണാൻ പറ്റുള്ളൂ. മുമ്പ് നമുക്ക് ഇവിടെ തന്നെ ആ ഒരു ഫീച്ചേഴ്സ് നമുക്ക് അവൈലബിൾ ആയിരുന്നു. ഇപ്പോൾ അത് റിമൂവ് ആക്കിയിട്ട് ഈ ഒരു പ്ലസ് ഐക്കണിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ഫീച്ചേഴ്സ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ക്യാമറ കിട്ടും, ഫോട്ടോസ് ഉണ്ട്, സ്റ്റിക്കർ, ഓഡിയോ, ലൊക്കേഷൻ, മോർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴെ കുറേ ഫീച്ചേഴ്സ് നമുക്ക് കിട്ടുന്നതായിരിക്കും. അതിനകത്താണ് നമുക്ക് ചെക്ക് ഇൻ എന്ന് പറഞ്ഞൊരു ഫീച്ചർ പുതിയതായിട്ട് വന്നിരിക്കുന്നത്. ഈ ചെക്ക് ഇൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും അടുത്തുള്ളൊരു റിലേറ്റീവ് ആണെങ്കിൽ വേറെ ആയിരിക്കും നിങ്ങളുടെ ബ്രദറോ സിസ്റ്റർ ആരെങ്കിലും നിങ്ങൾക്ക് എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുവാണെങ്കിൽ ഈ ചെക്ക് ഇൻ ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവർ ട്രാവൽ ചെയ്യുന്നതിൻ്റെ ആ ഒരു റൂട്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും. ഒപ്പം അവരുടെ ബാറ്ററി പെർസെൻറ്റേജും കാര്യങ്ങളും കിട്ടുന്നതായിരിക്കും. അവർ ആ ലൊക്കേഷനിൽ കറക്റ്റായിട്ട് എത്തിയോ എന്ന് അറിയാൻ വേണ്ടി നമുക്ക് ആ ഒരു ട്രാവലിംഗ് ടൈമും കാര്യങ്ങളെല്ലാം ഇതിനകത്ത് കാണിക്കുന്നതായിരിക്കും. ഇവിടെ കാണാൻ പറ്റും ഐഫോൺ വിൽ കീപ്പ് അപ്പ് വിത്ത് യുവർ പ്രോഗ്രസ് എന്ന് കാണിക്കുന്നുണ്ട്. കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കണ്ടും ചൂസ് ദ ഡേറ്റ യു വുഡ് ലൈക്ക് ടു ഷെയർ ഇഫ് യു ഡോണ്ട് അറൈവ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഫുള്ള് കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ ലിമിറ്റഡ് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ആർക്കാണ് നിങ്ങൾ ഷെയർ ചെയ്യുന്ന അവരുടെ ആ ഒരു റിലേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് ലിമിറ്റഡോ ഫുള്ളോ കൊടുക്കാൻ പറ്റുന്നതാണ്. ഞാൻ ജസ്റ്റ് ഫുള്ള് കൊടുക്കുന്നുണ്ട്, കണ്ടിന്യൂ കൊടുക്കുന്നുണ്ട്. യുവർ ഫ്രണ്ട് ഈസ് നോട്ടിഫൈഡ് വെൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. യു സെൻഡ് എ ചെക്ക് ഇൻ, യു അറൈവ്, യു ആർ ഡിലേഡ് ഓർ ഡു നോട്ട് റെസ്പോണ്ട് വെൻ പ്രോംപ്റ്റഡ്. അപ്പോൾ നിങ്ങൾ ആ ലൊക്കേഷൻ എത്തുന്ന പറഞ്ഞാൽ നിങ്ങൾക്കൊരു ചെക്ക് ഇൻ ആയിട്ടുണ്ടെന്ന് പറഞ്ഞൊരു മെസ്സേജ് ചെല്ലുന്നതായിരിക്കും. അല്ലെങ്കിൽ ഇവിടെ കണ്ടും ഈ നമ്മൾ എത്തിയെന്ന് പറഞ്ഞൊരു മെസ്സേജ് നമുക്ക് അറിയിക്കാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഡിലേ ആ സ്ഥലത്ത് എത്താൻ ഡിലേ ആവുകയാണെങ്കിലും നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കാൻ പറ്റുന്നതാണ്. സെൻഡ് ചെക്ക് ഇൻ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ കണ്ടും ചെക്ക് ഇൻ ആഡ് എ കോൺടാക്ട് എന്ന് കാണിക്കണം. ഇനി നിങ്ങൾ ഇവിടെ വന്നിട്ട് ഞാൻ എൻ്റെ ഏതെങ്കിലും ഒരു കോൺടാക്ട് ആഡ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു കോൺടാക്റ്റിലേക്ക് എൻ്റെ ആ ഒരു കറണ്ട് ലൊക്കേഷനും കാര്യങ്ങളും എല്ലാം അവർക്ക് കറക്റ്റായിട്ട് ചെല്ലുന്നതായിരിക്കും. അതുവഴി ഞാൻ ആ കറക്റ്റ് സ്ഥലത്ത് എത്തിയോ എന്ന് അവർക്ക് അറിയാൻ പറ്റുന്നതാണ്. ഇപ്പോൾ എൻ്റെ കറണ്ട് ബാറ്ററി പെർസെൻറ്റേജും ലൊക്കേഷനും എല്ലാം അവർക്ക് അറിയാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് ഇപ്പോൾ എന്തെങ്കിലും കറക്റ്റായിട്ട് ആ ഒരു സ്ഥലത്ത് എത്തിയില്ലെങ്കിൽ അവർക്ക് ട്രാക്ക് ചെയ്ത് വരാനും പറ്റുന്നതാണ്. അപ്പോൾ ചെക്ക് ഇൻ വളരെ നല്ലൊരു ഫീച്ചറാണ്. എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ അപ്ഡേറ്റിൽ ഇത്രയും ഫീച്ചേഴ്സാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യാൻ പോകുന്നതെന്നാണ് എൻ്റെ ഒരു തോന്നൽ. കാരണം നമുക്കധികം യൂസ്ഫുൾ ആയിട്ട് തോന്നിയ ഫീച്ചേഴ്സാണ് ഇതെല്ലാം. ഇനിയും നമുക്ക് iOS 17 കുറേയധികം ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. അതെല്ലാം ഞാൻ വരും വീഡിയോസിൽ ചെയ്യുന്നതായിരിക്കും. പിന്നെ എല്ലാവരോടും പറയാനുള്ളത് ഇപ്പോൾ നിങ്ങൾ ഈ ഒരു ബീറ്റ വെർഷൻ ചെയ്യണമെന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്യേണ്ടതേ പറയത്തുള്ളൂ. കാരണം ഇതിനകത്ത് ഇപ്പം ഒത്തിരി അധികം ബഗ്ഗും കാര്യങ്ങളും നമുക്കിനകത്ത് വരുന്നുണ്ട്. എൻ്റെ ഫോൺ ഇടയ്ക്കൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ക്രാഷ് ആവുന്ന കാണാൻ പറ്റും. നമുക്കിവിടെ സെൻഡ് ക്രാഷ് റിപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി തവണ എൻ്റെ ഫോണിൽ കാണിക്കാറുണ്ട്. ഇപ്പോൾ ഇത് 12 Pro ആണ്. അതിനകത്ത് തന്നെ ഒത്തിരി അധികം ഈ രീതിയിൽ ക്രാഷ് സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് iOS 17 തന്നെ മ്യൂസിക്കിൽ തന്നെ നമുക്ക് ക്രോസ് ഫെയ്ഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ എൻ്റെ മ്യൂസിക് ആപ്പ് എടുക്കുകയാണെങ്കിൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഈ ഒരു ഫോൺ ക്രാഷ് ആവും നമുക്ക് കാണാൻ പറ്റും. പക്ഷേ എൻ്റെ മ്യൂസിക്കിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു മ്യൂസിക്കെല്ലാം നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ സെറ്റിങ്സിൽ മ്യൂസിക് ആപ്പ് എടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ക്രാഷ് ആവുന്നതായിരിക്കും. ഇവിടെ കണ്ട് എൻ്റെ ഫോൺ ഓട്ടോമാറ്റിക്കായിട്ട് ക്രാഷ് ആവുന്നുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം നമുക്ക് ചിലപ്പോൾ ഈ തൊട്ടടുത്ത് വരുന്ന ബീറ്റ 2 നമുക്ക് ഇതെല്ലാം മാറുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു 1-2 ബീറ്റാസ് കഴിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ ഈ ഒരു ബീറ്റ വെർഷൻ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഒഫീഷ്യലായിട്ട് വരുന്ന സെപ്റ്റംബറിൽ വരുന്ന ആ ഒരു മെയിൻ റിലീസിന് വേണ്ടി ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് iOS 17 ഇനിയും ഒത്തിരി ഫീച്ചേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. അതെല്ലാം ഞാൻ വരും വീഡിയോസിൽ ചെയ്യുന്നതായിരിക്കും. അതിനെല്ലാം വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ നോട്ടിഫിക്കേഷൻ ബെല്ല് ജസ്റ്റ് ഒന്ന് ഇനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും വേണം നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ പരിപാടിയിലേക്ക് അപ്പോൾ കൂട്ടുകാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ കൂടെ ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. സീ യു.